വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു. കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു. ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ്, കരുളായി. കോടിക്കണക്കിന് രൂപ ചിലവഴിക്കാതെ നഷ്ടപ്പെടുത്തിയ കരുളായി പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത ജനമധ്യത്തിൽ തുറന്നു കാട്ടപ്പെട്ടതിലുള്ള വെപ്രാളമാണ് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള UDF മെമ്പർമാരുടെ ആരോപണമെന്ന് CPIM നേതാക്കൾ. പഞ്ചായത്തിന് ലഭിച്ച സർക്കാർ ഫണ്ട് ചിലവഴിച്ചില്ല എന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഉന്നയിച്ചത് എന്നും നേതാക്കൾ പറഞ്ഞു. എന്നാൽ കരുളായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പിടിപ്പ് ഞങ്ങൾ തുറന്നു കാണിച്ചു. 12 മാസക്കാലം അവരുടെ മുമ്പിലുണ്ടായിട്ടും സംസ്ഥാന ഗവൺമെന്റിന്റെ ഗ്രാൻഡും അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഗ്രാൻഡ് അടക്കം, അതുപോലെ തന്നെ നമുക്കറിയാം ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് അടക്കം ഒരു നടപടിക്രമങ്ങളും കൂടാതെ പഞ്ചായത്തിന്റെ അക്കൗണ്ടിൽ കരുളായി ഗ്രാമീണ ബാങ്കിന്റെ കരുളായി പഞ്ചായത്ത് അക്കൗണ്ടിലേക്ക് വന്ന പണമടക്കം ചെലവഴിക്കാൻ കഴിയാതെ അത് സ്പില്ലോവറാക്കി അതല്ലെങ്കിൽ ലാപ്സ് ആവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഇവിടെ കൃത്യമായി ഞങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട കരാറുകാരെയും വിളിച്ചു വരുത്തി സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തീകരിക്കാനുള്ളൊരു ഇച്ഛാശക്തി ഇല്ലായ്മയാണ് കരുളായി പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ ഈ പിടിപ്പുകേട് എന്നുള്ളത് ഒരു തവണ കൂടി ഞങ്ങൾ ആവർത്തിക്കുകയാണ്. അതുകൂടെ പിടിപ്പുകേട് മറച്ചു വെക്കുന്നതിന് വേണ്ടി ബോധപൂർവം സംസ്ഥാന ഗവൺമെൻറ് മാർച്ച് 31-ന് ഈ നമ്മുടെ ട്രഷറിയുടെ എന്താ പറയുക ട്രഷറി തടസ്സവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പെടലേക്ക് മാറ്റുകയാണ് അവർ ചെയ്യുന്നത്. ആ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ അടക്കം പറഞ്ഞ ചില കാര്യക്കുന്ന പഞ്ചായത്ത് ഭരണസമിതികളുണ്ട്. അവിടെയൊന്നും ഇല്ലാത്ത അത്ര വലിയ തോതിലുള്ള ഫണ്ട് ഏകദേശം 4.5 കോടി രൂപയോളം ചെലവഴിക്കാൻ കഴിയാതെ പോയിട്ടുള്ള ആ പിടിപ്പുകേട്, അതിനെതിരായിട്ടുള്ള ജനവികാരം, അത് ആളുകളിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് CPIM-നെയും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെയും പോരായ്മയാണ് ഇത്. റോഡ് വികസനത്തിന് ലഭിച്ച ഫണ്ടാണ് കൂടുതലായി നഷ്ടപ്പെട്ടത്. ഈ ഇനത്തിൽ 2023 ഏപ്രിൽ മാസത്തിലും 2023 നവംബർ മാസത്തിലും 2 ഘട്ടങ്ങളായി 86 ലക്ഷം രൂപ പഞ്ചായത്തിന് ലഭിച്ചതാണ്. അതിൽ 24 ലക്ഷം രൂപ മാത്രമാണ് ചിലവഴിച്ചത്. കുടിവെള്ള പദ്ധതികൾക്കും ഡ്രെയിനേജ് നിർമ്മാണത്തിനുമുള്ള ധനകാര്യ കമ്മീഷൻ ഫണ്ട് 3 ഘട്ടങ്ങളായി ലഭിച്ച തുക ഉൾപ്പെടെ 1.77 കോടി രൂപ അക്കൗണ്ടിലുള്ളതിൽ 66 ലക്ഷം മാത്രമാണ് ചിലവഴിച്ചത്. ലഭിച്ച ഫണ്ട് ചിലവഴിക്കാൻ യഥാസമയം ഒരു നടപടിയും സ്വീകരിക്കാത്ത പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് കോടിക്കണക്കിന് രൂപ നഷ്ടമുണ്ടാക്കിയത്. വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് ലാപ്സായാൽ അതിന്റെ നഷ്ടം ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമാണ്. ഇക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞതും സമരം നടത്തിയതും എങ്ങനെ രാഷ്ട്രീയ പ്രേരിതമാകുമെന്നും സ്വന്തം കെടുകാര്യസ്ഥതയും കഴിവുകേടും മറച്ചുപിടിച്ച് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് ജനം തിരിച്ചറിയുമെന്നും നേതാക്കൾ പറഞ്ഞു. ബില്ലുകൾക്ക് ചെറിയ തടസ്സമുണ്ടാവും. അത് ഏപ്രിലിൽ പാസ്സാക്കി കൊടുക്കുകയും ചെയ്യും. അത് സ്പില്ലോവറായി സർക്കാർ ആ തുക കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ കിട്ടിയ പൈസ ചെലവഴിക്കാതെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യങ്ങളൊന്നും എന്താ പറയാത്തത്? തെരുവിളക്ക് 3 കൊല്ലമായിട്ട് കത്തിക്കാൻ കഴിയാത്തതിനെ കുറിച്ച് ഒരു മറുപടി അവർ പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികളുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തേ മറുപടി പറയാതിരുന്നത്? പിന്നെ മറ്റൊന്ന് പറഞ്ഞ് ജില്ലാ പഞ്ചായത്തിൻ്റെ വികസനം ഇവിടെ നടക്കുന്നുണ്ടെന്നാണ്. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ജില്ലാ പഞ്ചായത്ത് വികസനമൊന്നും ഇവിടെ നടക്കുന്നില്ല എന്നുള്ള. ഗ്രൗണ്ടിൻ്റെ വികസനമുണ്ട്, കുടിവെള്ള പദ്ധതിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ആ ഫണ്ട് എവിടെ നിന്നാണ് കിട്ടിയത്? ജില്ലാ പഞ്ചായത്തിന് ഫണ്ട് സ്വന്തമായിട്ട് ഫണ്ടില്ലല്ലോ. ആ ഫണ്ട് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഫണ്ടല്ലേ. അപ്പോൾ ജില്ലാ പഞ്ചായത്തിന് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഫണ്ട് അവർ കൃത്യമായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. ഇവിടെ സംസ്ഥാന സർക്കാർ കരുളായി ഗ്രാമപഞ്ചായത്തിന് നൽകിയ ഫണ്ട് വിനിയോഗിക്കുന്നതിൽ ഇവർ വീഴ്ച വരുത്തി എന്നുള്ളതാണ് വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ രാഷ്ട്രീയ പ്രേരിത എന്നാണ് പറയുന്നത്. എന്ത് രാഷ്ട്രീയ പ്രേരിത ഉള്ളത്? റോഡുകൾ നമ്മളെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ നടന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകളുണ്ട്. ആ റോഡ് ഫണ്ട് 1 കോടിയിൽ പരം രൂപ നഷ്ടപ്പെടുത്തിയാൽ ആർക്കാണ് അതിൻ്റെ നഷ്ടം? ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ. അത് CPM-മാർക്ക് മാത്രമല്ലല്ലോ. അതുപോലെ തന്നെ തെരുവുകൾ ഇരുട്ടായി കടന്നാൽ അതിൻ്റെ നഷ്ടം ആർക്കാം? അതിൻ്റെ പ്രയാസം ആർക്കാണ്? എല്ലാവർക്കും ഇല്ലേ. പിന്നെ ഇതിൽ എന്ത് രാഷ്ട്രീയ പ്രേരിതമായ സമരം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ പിടിപ്പുകേട് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അതിൻ്റെ എത്ര വ്യാപ്തി നഷ്ടത്തിനുണ്ട് എന്നുള്ളത് ഇപ്പോൾ പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്. സ്പില്ലോവറുമായി ബന്ധപ്പെട്ട് പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്. ആ ഉത്തരവ് കൂടി കൃത്യമായി പരിശോധിച്ച് കഴിഞ്ഞാൽ എത്ര നമുക്ക് നഷ്ടം വന്നു എന്നുള്ള കൃത്യമായ വിവരങ്ങൾ തുടർന്ന് ഞങ്ങൾ ജനങ്ങളെ അറിയിക്കും. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. ബ്യൂറോ, കരുളായി. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.